ഹലോ, അസ്സലാമലൈക്കും. ഇന്ന് നമ്മളൊരു അടിപൊളി മട്ടൻ ലിവർ റോസ്റ്റ് ആട്ടോ തയ്യാറാക്കുന്നത്. നല്ല കിഡു ടേസ്റ്റാണ്. നമ്മൾ തേങ്ങാപ്പാൽ വറ്റിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. നമ്മുടെ മട്ടൻ ലിവർ റോസ്റ്റ് ഉണ്ടാക്കാൻ മട്ടൻ ലിവർ വരട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലൊരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാൻ വെച്ചിട്ടുണ്ട്. 500 ഗ്രാം മട്ടൻ ലിവർ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണ് ഉലുവ, അതേപോലെ 2 ചെറിയ കഷ്ണം, 2-3 പട്ട, ഒരു 4 ഏലക്ക, ഒരു 4 പൂവ്. ഇത് നമ്മൾ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 250 ഗ്രാം ചെറിയുള്ളിയാണ്. 250 ഗ്രാം 500-ന് വേണ്ടത്. അതും കൂടെ ചേർത്ത് കൊടുക്കട്ടെ. കുറച്ച് കരിവേപ്പില. 500 ഗ്രാം മട്ടന് 250 ഗ്രാം ഉള്ളി ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇതാ ഞാൻ ഒരു ഇത്തിരി ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ചെറിയുള്ളിയാണ് കേട്ടോ ഇതിന് ഏറ്റവും നല്ല. ഇതിന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഓക്കെ, ചെറിയുള്ളി നിങ്ങൾക്ക് ഇല്ലെങ്കിൽ പകുതി ചെറിയുള്ളിയും പകുതി വലിയുള്ളിയും കൂട്ടാം. ഈ ചെറിയുള്ളിയൊക്കെ അത്യാവശ്യം നന്നായി വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ, ഒരു 3/4 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 3/4 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ചതച്ചതാണ്. അത് ചേർത്ത് കൊടുക്കട്ടെ. കൂടെ തന്നെ 2 പച്ചമുളക് കീറിയത് അതുകൂടി ഇട്ട് കൊടുക്കട്ടെ. ഒന്ന് പച്ചമണം മാറുന്ന വരെ വഴറ്റി കൊടുക്കേ. ഇതാ പച്ചമണമൊക്കെ മാറി. ഇനി ഇതിലേക്ക് കുറച്ച് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി, അതേപോലെ 1/2 ടീസ്പൂണ് ചെറിയ ജീരകം പൊടിച്ചത്, പിന്നെ ഇതാ ഒരു 1/2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇത്ര ഞാൻ ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് തീ കുറച്ചിട്ട് ചേർക്കണം. എന്നിട്ട് ഒന്ന് ഇതിൻ്റെ കൂടെ വഴറ്റിയെടുക്കട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മട്ടൻ ലിവർ ചേർത്ത് കൊടുക്കാം. ഈ മസാലക്കൊക്കെ ഒരു പച്ചമണം മാറിയിട്ട് തീ കുറച്ചിടണേ. മട്ടൻ ലിവർ ഇത് 500 ഗ്രാമാണ്. ചെറുതായി മുറിച്ച് നന്നായി ക്ലീൻ ചെയ്തെടുത്താണ്. വെള്ളമില്ലാതെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ മട്ടനിലെ ഞാനിപ്പോൾ ഇളയ മട്ടൻ ലിവർ ആയതുകൊണ്ടാണ് ഡയറക്റ്റ് ഇതിലേക്ക് ഇട്ടത്. ഇല്ലെങ്കിൽ കുറച്ച് മൂത്ത മട്ടൻ ലിവറൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ, ഇത്തിരി മഞ്ഞപ്പൊടിയും ഉപ്പും കുരുമുളകും ചേർത്തിട്ട് കുക്കറിൽ ഒറ്റ വിസിലടിക്കുക വെച്ചാൽ. എന്നിട്ട് ഇതേപോലെ ഇതിൽ ചേർക്കട്ടോ. അല്ല, ഞാനിപ്പോൾ ഇത് ഇളയതായതുകൊണ്ട് ഡയറക്റ്റ് ഇങ്ങനെ തന്നെ വേവിച്ചെടുക്കുകയാണ്. ഇത് നന്നായി ഒന്ന് ഈ മസാലയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. ഇനി ഞാൻ ഇതിലേക്കില്ലേ ഒരു 1/2 ടേബിൾ സ്പൂൺ, ഒരു 1/2 ചെറിയ ചെറുനാരങ്ങൻ്റെ നീര് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ തക്കാളി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പെട്ടെന്ന് വേവും ചെയ്യും, സോഫ്റ്റ് വയ്ക്കും. പിന്നെ ഒരു ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് നേരത്തെ ചേർത്തിനും. അപ്പം ഞാനൊരു 1.5 ടീസ്പൂണോളം ചേർത്തിൻ്റെ. അതൊന്ന് ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് ഇങ്ങനെ തന്നെ അടിച്ച് വെച്ച് ചെറിയ തീയിലൊന്ന് വെക്കാം. ഉപ്പും ചെറുനാരങ്ങ ഒന്നും ഉള്ളതുകൊണ്ട് അടിയിൽ പിടിക്കൂല. ചെറിയ തീയിലേ വെക്കാം കേട്ടോ. ഇതാണ്ടോ, ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മളെ ലിവറിലേക്ക് ഇതാ മസാല ഒക്കെ പിടിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ചെറുനാരങ്ങ ഉപ്പൊക്കെ ചേർത്തോണ്ടേ അടിയിലൊന്നും പിടിച്ചില്ല. ഇതൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്കൊരു 1/2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിക്കുക കേട്ടോ. നിങ്ങൾക്ക് തേങ്ങാപ്പാലിന് പകരം വെള്ളം വേണമെങ്കിൽ വെള്ളവും ചേർക്കാം. തേങ്ങാപ്പാലാകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഈ തേങ്ങാപ്പാലാണ് ഇതിനി നന്നായി വേവിച്ച് വറ്റിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അടിച്ച് വെച്ച് വേവിക്കാൻ പറ്റും കേട്ടോ. നല്ലോണം ഇതിൽ കിടന്നിട്ട് ലിവർ വെന്ത് വറ്റി വരട്ടെ. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പും വേണമെങ്കിൽ എരിവൊക്കെ ഒന്ന് നോക്കട്ടോ. വേണമെങ്കിൽ കുറച്ചുകൂടി കുരുമുളകൊക്കെ ചേർത്ത് കൊടുക്കുക, ഓരോരുത്തരുടെ എരിവിനനുസരിച്ച്. ഓക്കെ, ഇതാ നമ്മുടെ ലിവർ കണ്ടോ നന്നായി വറ്റി വെന്ത് ഒരു 15 മിനിറ്റ് ആയപ്പോഴേക്കും എനിക്ക് നന്നായി ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് തേങ്ങാപ്പാലൊക്കെ വറ്റി നല്ലതാ. ഈ ഒരു രൂപത്തിൽ ഞാൻ തീ ഓഫ് ചെയ്തേ. ഇനി നിങ്ങൾക്ക് ഇതിലും പറ്റേണ്ടത് ഇനി കുറച്ച് തണുത്ത് കഴിയുമ്പോഴേക്കും ഒന്നുകൂടി കട്ടിയാവും. നിങ്ങൾക്ക് എങ്ങനെയാണോ അതുപോലെ നിങ്ങൾക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഓക്കെ. ഇനി നമുക്ക് ചെറുതായിട്ട് ഇതൊന്നൊന്ന് വറവിട്ടെടുക്കാം. ഞാനിത് തീ ഓഫ് ചെയ്തേ. ഇനി ഞാനിതാ വറവിടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വെച്ചിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്, ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണ ചൂടായിട്ട് അതിലേക്ക് 1 ചുള ചെറിയുള്ളി ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഒരു ചുള എടുക്കുന്നുള്ളൂ. നിങ്ങൾ വലിയുള്ളിയാണ് ആദ്യം ഉപയോഗിച്ചെങ്കിൽ കുറച്ചുകൂടി 2-3 ചുള എടുത്തോളൂ കേട്ടോ. അപ്പം ഞാൻ ചെറിയുള്ളിയാണ് നേരത്തെ ഉപയോഗിച്ചത്, അതുകൊണ്ട് ഞാൻ ചെറിയുള്ളി ഒന്നേ എടുത്തുള്ളൂ ജസ്റ്റ്.
ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇത്തിരി കരിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരിത്തിരി മല്ലിയില ചെറുതായി മുറിച്ചിട്ടുണ്ട്, അതും ഇതിൻ്റെ കൂടെ ചേർത്ത് ഒന്ന് മുറിച്ചെടുക്കട്ടെ. നമ്മുടെ ചെറിയുള്ളിയും മല്ലിയിലയും ഒക്കെ നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. തീ ഓഫ് ചെയ്യട്ടെ കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് ചതച്ചതും ഒരു 1/4 ടീസ്പൂണ് നമ്മളെ ഗരം മസാല, ഇത് രണ്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. തീ ഓഫ് ചെയ്യേ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, ഇതിലേക്ക് അരിഞ്ഞു പോവേ. ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ വരട്ടിയച്ചയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. വരട്ടിയയിലേക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ നന്നായി മിക്സ് ചെയ്ത് നല്ല അടിപൊളി മട്ടൻ ലിവർ റോസ്റ്റ് ഇവിടെ റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റ്. നമ്മൾ തേങ്ങാപ്പാലാണ് വറ്റിച്ചത്. ഇത് നിങ്ങൾക്ക് വെള്ളത്തിൽ വേണമെങ്കിലും ചെയ്യാം. നല്ല നമ്മൾ മട്ടനാന്ന് വിചാരിക്കും നല്ല ഫാറ്റാണ്, കൊളസ്ട്രോൾ ആണ്, പക്ഷെ മട്ടൻ ലിവറാണ് നമ്മൾ എടുത്തത്. അതിൽ പ്രോട്ടീൻ ആട്ടോ കൂടുതൽ, ഫാറ്റ് കുറവാണ്. അപ്പം എല്ലാവർക്കും ഉപയോഗിക്കുക, നല്ല ഹെൽത്തിയുമാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല അടിപൊളി ടേസ്റ്റാണ്. ചപ്പാത്തിക്കൊക്കെ കൂടെ എല്ലാവർക്കും അറിയാമല്ലോ, അപ്പോൾ പറയേണ്ട ആവശ്യമില്ല. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി, ആ പൊടികളൊക്കെ ചേർക്കുന്ന സമയത്ത് കരിഞ്ഞു പോകാതെ നോക്കണേ. കരിഞ്ഞു പോയാൽ നമുക്ക് ഇതിന് ആ ഒരു ചൊയ വരും. ഓക്കെ, താങ്ക് യു.